കയറു പൊട്ടിച്ച് നിലത്ത് കിടന്നുരുളാനും അമറി വിളിക്കാനും തുടങ്ങി. എനിക്ക് ദയവ് തോന്നി. അതിനെ വിട്ടേരെ, മറ്റൊരു പശുവിനെ കൊണ്ടുപോവാ എന്ന് ഞാൻ പറഞ്ഞു. കഥ ഇത്രയുമായപ്പോൾ സൂര്യൻ ഉദിച്ചു. പുലർവട്ടം കണ്ട ഷഹറാസാദ് പൊടുന്നനെ മൗനം ഭജിച്ചു. അപ്പോൾ ദുനിയാസാദ് പറഞ്ഞു, നല്ല കഥ. ചേച്ചിയുടെ കഥ കേട്ട് നേരം പോയത് അറിഞ്ഞില്ല. ഇതിലും രസമുള്ള കഥകളാണ് ഇനിയുള്ളത്. ഇന്ന് രാത്രി ഞാൻ ജീവനോടിരിക്കുമെങ്കിൽ രാജാവ് തിരുമനസ്സുകൊണ്ട് എൻ്റെ കഥ കഴിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയാം എന്ന ഷഹറാസാദിൻ്റെ മറുപടി കേട്ട് രാജാവ് ആത്മകഥം ചെയ്തു. അല്ലാഹുവാണ്, ഇവളെ കൊല്ലുന്നതിന് മുമ്പ് കഥയുടെ ബാക്കി ഭാഗം കൂടി എനിക്ക് കേൾക്കണം. 4-ാം യാമത്തിൻ്റെ ശേഷിച്ച സമയം അവർ ആലിംഗനബദ്ധരായി കിടക്കയിൽ കഴിഞ്ഞു. പിന്നീട് ഭരണനിർവഹണത്തിനായി ഷെഹരിയാർ മന്ത്രശാലയിലേക്ക് പോയി. മന്ത്രി മകളുടെ അന്ത്യകർമ്മത്തിനുള്ള ശവക്കച്ചയുമായിട്ടാണ് പ്രവേശിച്ചത്. രാജാവ് ഷഹറാസാദിനെ കുറിച്ച് ഒന്നും സൂചിപ്പിക്കാതെ നീതി നിർവഹണവും ശിക്ഷാവിധികളും നടപ്പാക്കി പകൽ കഴിച്ചുകൂട്ടി. വൈകുന്നേരം സഭ പിരിഞ്ഞപ്പോൾ അദ്ദേഹം അന്തഃപുരത്തിലേക്ക് പോയി. 2-ാമത്തെ രാത്രി സമാഗതമായപ്പോൾ ദുനിയാസാദ് ഷഹറാസാദിനോട് പറഞ്ഞു, ചേച്ചി, ഭൂതത്തിൻ്റെ കയ്യിലകപ്പെട്ട വ്യാപാരിക്ക് എന്ത് പറ്റിയെന്ന് പറയുമോ? രാജാവ് കൽപ്പിച്ചാൽ ഈയുള്ളവൾ അനുസരിക്കും. ഷഹറാസാദിൻ്റെ മറുപടി കേട്ട് ഷഹരിയാർ പറഞ്ഞു, ശരി, പറഞ്ഞോളൂ. ഷഹറാസാദ് പറഞ്ഞു തുടങ്ങി. ധർമ്മിഷ്ഠനായ രാജാവേ, ഭൂതം ഷെയ്ഖിൻ്റെ കഥയിൽ ആകൃഷ്ടനായി. ഷെയ്ഖ് കഥ ഇങ്ങനെ തുടർന്നു. കാളക്കുട്ടിയുടെ കരച്ചിലും പരാക്രമവും കണ്ട് മനസ്സിലിഞ്ഞ് ഞാൻ അവനെ കൊല്ലേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ ഭൂതരാജാവേ, എൻ്റെ സമീപം നിന്നിരുന്ന മാതുലപുത്രിയുണ്ടല്ലോ, ഇപ്പോൾ മാനിൻ്റെ രൂപത്തിൽ നിൽക്കുന്നവൾ, ഇവളെന്നെ ഉപദേശിച്ചു, നമുക്കിവനെ തന്നെ കൊല്ലാം. നല്ല കൊഴുത്ത കാളക്കുട്ടി, ആവശ്യത്തിന് ഇറച്ചി കിട്ടും. കഷ്ടകാലത്തിന് മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. കശാപ്പുകാരൻ അടിമ കാളക്കുട്ടിയെ കൊണ്ടുപോയി. പിറ്റേന്ന് വെളുപ്പിന് അയാൾ ഓടി വീട്ടിൽ വന്ന് പറഞ്ഞു, യജമാനേ, ഇത് സന്തോഷ വർത്തമാനം. എന്താണ്? ഞാൻ ചോദിച്ചു. എൻ്റെ മകൾക്ക് കുറേ മന്ത്രവാദം വശമുണ്ട്. വീട്ടിൽ താമസിച്ചിരുന്നൊരു മുത്തശ്ശി പഠിപ്പിച്ചതാണ്. ഇന്നലെ യജമാനൻ പറഞ്ഞതനുസരിച്ച് ഞാൻ കാളക്കുട്ടിയെ കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ വീട്ടുമുറ്റത്ത് വെച്ച് എൻ്റെ മകൾ കണ്ടു. അവൾ പെട്ടെന്ന് തട്ടം കൊണ്ട് മുഖം മറച്ചിട്ട് ചിരിക്കാനും പിന്നെ കരയാനും തുടങ്ങി. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഈ കാണിക്കുന്നത്? അന്യപുരുഷന്മാരുടെ മുന്നിൽ നിൽക്കത്തക്ക വണ്ണം ഞാൻ വിലയില്ലാത്തവളാണോ? അന്യപുരുഷനോ? എവിടെ എന്നായി ഞാൻ. നീ ആദ്യം ചിരിച്ചു, പിന്നെ കരഞ്ഞു. എന്താണ് ഇതിനർത്ഥം? ഇതാ, ഈ നിൽക്കുന്ന കാളക്കുട്ടി യജമാനൻ്റെ മകനാണ്. മകനെയും അമ്മയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ത്രം ജപിച്ച് നാൽക്കാലികളാക്കി മാറ്റിക്കളഞ്ഞു. ഈ കാളക്കുട്ടിയുടെ മുഖഭാവം കണ്ടാണ് ഞാൻ ചിരിച്ചു പോയത്. ഇതിൻ്റെ അമ്മ കൊല്ലപ്പെട്ടതെന്ന് ഓർത്തപ്പോൾ കരച്ചിൽ വന്നു. ബലവിധേനയിൽ നേരം വെളുക്കുന്നതുവരെ കഴിച്ചുകൂട്ടിയിട്ട് യജമാനെ വിവരമറിയിക്കാൻ ഓടി വന്നതാണ് ഞാൻ. മകനെ കാണാനുള്ള ആർത്തിയോടെ ഞാൻ അടിമയുടെ പിന്നാലെ പാഞ്ഞു. അയാളുടെ മകൾ എന്നെ സ്വീകരിച്ചു. കാളക്കിടാവൻ്റെ കാൽക്കൽ വീണുരുണ്ടു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? അവൾ പറഞ്ഞു, സത്യമാണ് യജമാനെ. ഈ നിൽക്കുന്നത് അങ്ങയുടെ പൊന്നോമന പുത്രൻ തന്നെ.